നമസ്കാരം, ഞാൻ മോഹൻലാലാണ്. സംഗീത കേരളം എന്ന യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ. കേരള നവോത്ഥാനത്തിന്റെ പ്രാതസ്മരണീയരിൽ ഒരാളായ തൈക്കാട്ടയ്യാസ്വാമികളുടെ ജന്മദിനത്തിൽ 1938 ജൂലൈ 28 പ്രൊഫസർ ജെ ലളിത ടീച്ചർ ജനിച്ചു. പിതാവ് കേരള പാണിനിയുടെ പുത്രൻ പ്രൊഫസർ രാഘവവർമ്മ തമ്പുരാൻ. മാതാവ് അരുമന അമ്മ വീട്ടിൽ ശ്രീമതി ജാനകി കൊച്ചമ്മ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ BA ഓണേഴ്സ് പാസ്സായി. തുടർന്ന് കരമന NSS കോളേജിൽ 3 പതിറ്റാണ്ടിലേറെ സേവനം അനുഷ്ഠിച്ചു. കുളത്തൂർ സ്വയംപ്രകാശ് ആശ്രമത്തിൽ വെച്ച് ഗുരുദാസാനന്ദ സ്വാമികളുടെ അനുഗ്രഹാശംസകളോടെ ശ്രീ സുകുമാരൻ നായർ ലളിത ടീച്ചറെ വിവാഹം ചെയ്തു. ഏകമകൻ നരേന്ദ്രന്റെ വേർപാട് ലളിത ടീച്ചറെ പരമമായ ജീവിത സത്യത്തിന്റെ പാതയിലേക്ക് ആനയിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂരിനടുത്ത് മൺവിളക്കടുത്താണ് ഈ സ്വയംപ്രകാശ് ആശ്രമം. സ്വയംപ്രകാശ് ആശ്രമത്തിലേക്ക് ടീച്ചർ എങ്ങനെയാണ് വരുന്നത്? സ്വയംപ്രകാശ് ആശ്രമത്തിലെ ഒരു ശിഷ്യനായിരുന്നു എൻ്റെ ഭർത്താവ് കെ സുകുമാരൻ നായർ. അദ്ദേഹം അന്നത്തെ മഠാധിപതിയായിരുന്ന ഗുരുദാസാനന്ദ സ്വാമിയുടെ കൂടെ വളരെ നാൾ കഴിഞ്ഞിരുന്നു. 1 വർഷം അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലും ശിഷ്യത്വത്തിലും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1961 അദ്ദേഹം വിവാഹം നടത്തി. അപ്പോൾ അത് ഞങ്ങളുടെ വിവാഹം ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുഖമണ്ഡപത്തിൽ വെച്ചായിരുന്നു സ്വാമിയുടെ കാർമ്മികത്വത്തിൽ നടന്നത്. ഇവിടെ സ്വയംപ്രകാശ് ആശ്രമത്തില് സുബ്രഹ്മണ്യ പ്രതിഷ്ഠയും ആ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളാണ് നടക്കുന്നത്. അതെ, സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഉപദേവതമാരായിട്ട് ഗണപതി സ്വാമിയും ലക്ഷ്മി നാരായണനും ഉണ്ട്. 1961 ടീച്ചറുടെയും ഭർത്താവ് സുകുമാരൻ നായരുടെ വിവാഹം. അങ്ങനെയാണ് ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതെ, അന്ന് മുതലുള്ള ബന്ധമാണ്. അപ്പൊ അതൊരു ഏകദേശം 1/2 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ഇവിടുത്തെ അന്തേവാസിനിയായിട്ട് എന്നാണ് വരുന്നത്? 1993 ഞങ്ങളുടെ മകൻ നരേന്ദ്രൻ 30 വയസ്സിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ താമസം ഇങ്ങോട്ടായി. അത് വീട് ഉപേക്ഷിച്ച് ഇറങ്ങിയൊരു ചടങ്ങ്. അകാലത്തിൽ മരിച്ച ഏകമകൻ നരേന്ദ്രനെ കുറിച്ച് ലളിത ടീച്ചർ ഇംഗ്ലീഷിൽ എഴുതിയ കവിത. Homeless virtue embodied itself to bless his parents in many ways. Prince of innocent smile he was, radiating sattvic purity around. Stranger was he to anger and hate. Words of abuse, though undeserved, hardly hurt his saintly heart. For others' esteem he never cared. Proudly he owned a noble heart, laden with boundless selfless love. His sublime piety earned him a life, though short, guiltless of crime and sin. A pet of his parents and well-wishers all, he craved for their blessings alone. Desire had he none to bind to this world, liberation was all he wanted. Free from clinging ties and shackles, possessed of faith unshaken and strong, submitted he to his fatal end, to reach his ultimate home forever. ടീച്ചർ കരമന NSS കോളേജിലായിരുന്നു ഇംഗ്ലീഷ് വിഭാഗത്തിലെ ലെക്ചറായിരുന്നു. അപ്പൊ അത്
റിട്ടയർഡ് ആയ ശേഷമാണോ ഇവിടേക്ക് വരുന്നത്? ആ ഒരു കൊല്ലം സംഭവബഹുലമായിരുന്നു. 1993 ഞാൻ റിട്ടയർ ചെയ്യുന്നു. അപ്പോഴായിരുന്നു എൻ്റെ മകന് അസുഖം വന്ന് മരിക്കുന്നത്. അതോടുകൂടി ആശ്രമത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പുറപ്പെട്ടു. അത് വാനപ്രസ്ഥത്തിലോട്ടുള്ള ഒരു യാത്രയായിരുന്നു. ലളിത ടീച്ചർ പിന്നീട് രാമകൃഷ്ണ മിഷനുമായിട്ടുള്ള ബന്ധം, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറുമായിട്ടുള്ള ബന്ധം, അപ്പൊ അതിലേക്കൊക്കെ എങ്ങനെയാണ് സമ്പർക്കത്തിലാകുന്നത്? വലിയ ദുഃഖം ഉണ്ടായതിനു ശേഷം ഞാൻ ഇവിടുത്തെ ഗുരുവിൻ്റെ അടുത്ത് മാത്രമല്ല, ശക്രാനന്ദ സ്വാമിയായിട്ട് വളരെയധികം അടുത്തു. സ്വാമി ഒരുപാട് ഉപദേശമൊക്കെ തരുമായിരുന്നു. സ്വാമി പല പ്രാവശ്യം എഴുത്തുകൾ അയച്ചിരുന്നു. അതെല്ലാം 100 എഴുത്തിന് മുകളിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ സ്വാമിയായിട്ടുള്ള അടുപ്പം അങ്ങനെ വന്നു ചേർന്നു. അതിനുശേഷം ബാലകൃഷ്ണൻ നായർ സാറിനെ കാണാനായിട്ട് ഒരിക്കൽ പോയപ്പോൾ, അത് ഇവിടുത്തെ അമ്മ സമാധിയായതിനു ശേഷമാണ്. അങ്ങനെ പോയപ്പോൾ സാറ് വേറെ ഒരു മാർഗത്തിലേക്ക് എന്നെ നയിച്ചു. അത് പഴയ മാർഗത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമൊന്നുമല്ല, എന്നാലും അനുഷ്ഠാനങ്ങളിൽ നിന്ന് അദ്വൈതത്തിലോട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഈ പ്രഥമ പുസ്തകത്തിന് അവതാരിക എഴുതിയിരുന്നത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറാണ്. അതെ. എങ്ങനെയാണ് അവതാരികയിലേക്ക് ലഭിക്കാൻ ഒരു അവസരം കിട്ടിയത്? ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അടുക്കൽ പോയി കഴിഞ്ഞപ്പോൾ സാർ ഒരു കാര്യം നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. അതായത് വെറുതെ ഇരിക്കാൻ പാടില്ല, എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം കാണാൻ പോകുമ്പോഴും ഓരോ ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടുവന്ന് ഒരു പതിവായി തീർന്നു. അത് കൊണ്ടുപോയില്ലെങ്കിൽ സാറിന് ഒരു നീരസവും തോന്നിയിരുന്നു. അങ്ങനെ സാറിന് വേണ്ടി എന്ന് തോന്നും. അങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അങ്ങനെ ഓരോന്നും കൊടുത്തു കഴിഞ്ഞപ്പോൾ സാർ എന്നെ നിർബന്ധിച്ചു, ഒരു ബുക്കാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒന്നും പോരാന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സാറിനെ കൊണ്ട് ഒരു അവതാരികയും ഒന്നാന്തര അവതാരിക സാർ എഴുതി തന്നു. അങ്ങനെ ആ ബുക്ക് ഗുരുകൃപാസാഗരം എന്ന ബുക്ക് പുറത്തു വന്നു. പ്രശസ്ത വേദാന്താചാര്യനായിരുന്ന പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുമായുള്ള സമ്പർക്കമാണ് തൻ്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവിന് കാരണമായതെന്ന് ലളിത ടീച്ചർ പറയുന്നു. ആചാര്യന്റെ ഉപദേശം ശിരസാവഹിച്ച് ലളിത ടീച്ചർ എഴുതി തുടങ്ങി. സ്വയം പ്രകാശാശ്രമത്തിലെ 5 ഗുരുക്കന്മാരുടെ ജീവചരിത്രം ഉൾപ്പെടുത്തി രാജീവ് ഇരിങ്ങാലക്കുടയോടൊപ്പം സച്ചിദാനന്ദ സാഗരം എന്ന പുസ്തകം എഴുതി. ഈ പുസ്തകത്തിന്റെ തമിഴ് പതിപ്പിന്റെ 2ാം പതിപ്പ് ഇതിനകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. സച്ചിദാനന്ദ സാഗരത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ അവതാരികയോടെ തിരുവണ്ണാമല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്റ്റോൺ ഹിൽ ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ചു. ആസ് ബ്രൈറ്റ് ആസ് ബില്യൺ സൺസ് എന്ന പേരിൽ. ലളിത ടീച്ചറുടെ 70ാം പിറന്നാളിനാണ് സച്ചിദാനന്ദ സാഗരം പ്രസിദ്ധീകരിച്ചത്. 80ാം പിറന്നാളിന് സർവസാക്ഷിയമ്മ ജീവിതവും പൈതൃകവും എന്ന പുസ്തകം പത്മവിഭൂഷൺ ഡോക്ടർ MS വല്യത്താൻ പ്രകാശനം ചെയ്തു. ജി ബാലകൃഷ്ണൻ സാറിന്റെ ജീവചരിത്രം ടീച്ചർ തയ്യാറാക്കിയിരുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി. അത് എഴുതാനുള്ള പ്രചോദനം ഉണ്ടായിരുന്നു. ബ്രഹ്മശ്രീ നൊച്ചൂർ വെങ്കട്ടരാമൻ സ്വാമി പല പ്രാവശ്യവും തിരുവനന്തപുരത്ത് ഇങ്ങനെ പ്രഭാഷണം നടത്താൻ വരുമ്പോൾ ഒരു പ്രാവശ്യം സാറിന്റെ തന്നെ അനുസ്മരണത്തിന് പ്രഭാഷണം നടത്തി കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ സ്വാമി, ഞാൻ താമസിക്കുന്നിടത്ത് വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന്
ആവശ്യപ്പെട്ടു. അപ്പോൾ സ്വാമി പറഞ്ഞതനുസരിച്ച് അവിടെ പോയപ്പോൾ സ്വാമി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഒരു ജീവചരിത്രം ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ എഴുതിയത്. അനുസ്മരണ പ്രഭാഷണവും അതിനോടനുബന്ധിച്ചുള്ള പുസ്തക പ്രകാശനത്തിന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ആധുനിക കേരളം കണ്ട പ്രശസ്തനായ വേദാന്താചാര്യനായിരുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷനായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M.R. തമ്പാൻ സാറിനെ അധ്യക്ഷ പ്രസംഗം നടത്തുവാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ 13 കൃതികൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വളരെ പ്രൗഢഗംഭീരമായ കൃതികൾ. മറ്റൊന്ന്, ഒരു വ്യക്തിയുടെ മരണശേഷവും അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും നല്ല വാക്കുകൾ ജീവിച്ചിരിക്കുന്നവർ പറയുകയും ചെയ്തത്. ഈ 2 മാനദണ്ഡങ്ങളനുസരിച്ചും ബാലകൃഷ്ണൻ നായർ സാർ അനശ്വരനാണ്, ആചാര്യനാണ്, ഗുരുവാണ്. ഇവിടെ ഈ കൃതിയിൽ തന്നെ ശ്രീമതി പ്രൊഫസർ ലളിത ഇംഗ്ലീഷ് അധ്യാപികയാണ്. ബാലകൃഷ്ണൻ നായർ സാറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി പ്രവർത്തിച്ച് ഇന്നും ഒരു സന്യാസിനിയായി ആശ്രമത്തിൽ കഴിയുന്ന വ്യക്തിയാണ്. അതിനെല്ലാം അതീതമായി മലയാള ഗദ്യത്തിൻ്റെ രാജശില്പിയായ AR രാജരാജവർമ്മയുടെ കേരളവാണിയുടെ പൗത്രിയാണ്. പ്രൊഫസർ ലളിത ടീച്ചറിന് ഇത്തരം ഗ്രന്ഥങ്ങൾ ഇനിയും പ്രസിദ്ധീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കരകയറ്റിയ, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറിന് നാക്കിലയിൽ എള്ളും പൂവും വെച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നൊരു തിലോദകമാണ് ഈ കൃതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. ഈ പുസ്തകം സ്വീകരിച്ച ഗവൺമെൻറ് ഓഫ് കേരളയുടെ റിട്ടയേർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, അവർ സാഹിത്യകാരിയാണ്. ലളിത സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയവരാണ്. സർവോപരി ഈ ജീവചരിത്രം എഴുതിയ പ്രൊഫസർ ജെ ലളിതയുടെ കൂടെ കുറച്ചു കാലം സഹപ്രവർത്തിയായി പ്രവർത്തിച്ചവരാണ്. ആ ഓർമ്മകളെ പുതുക്കുവാനുള്ള ഒരു അവസരം കൂടിയാണിത്. ജയ ലളിതാംബിക അവർകളെ സ്വാഗതം. ലളിതയെക്കുറിച്ചാണെങ്കിൽ ഞാൻ IAS ചേരുന്നതിന് മുൻപ് ഞാനും ലളിതയും ഇപ്പോഴത്തെ കരമന കോളേജ്, അന്ന് പെരുന്താന്നി കോളേജായിരുന്നു, അവിടെ ഞങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുമിച്ച് ജോലി ചെയ്തവരായിരുന്നു. ഒരുപക്ഷെ അന്യായമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടാലോ കേട്ടാലോ സാമാന്യം ശക്തമായി പ്രതികരിക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് ലളിതയുടെ ആ ശാന്തമായ പെരുമാറ്റം ഒരത്ഭുതമായിരുന്നു. നടക്കുമ്പോൾ ഉറുമ്പിനെ പോലും നോവിക്കാതെ നടക്കുന്ന വ്യക്തി എന്ന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഞാൻ ലളിതയെ വിശേഷിപ്പിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങളുടെ പാതകൾ വിഭിന്നങ്ങളായി, വല്ലപ്പോഴും ഒരിക്കൽ കണ്ടാലായി. അതിനുശേഷം ലളിതയ്ക്ക് മഹാദുഃഖം അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഞാൻ ലളിതയെ അന്വേഷിച്ചു പോയി. ഞാനിത് പറയാൻ കാരണം ഞാനൊരു വലിയ പാഠം ലളിതയിൽ നിന്ന് പഠിച്ചു എന്നതിനുകൊണ്ടാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ ലളിതയെ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക, ഞാൻ എന്ത് പറയും, ഞാൻ അവിടെ ചെന്ന് മിണ്ടാതെ ലളിതയുടെ കൈ പിടിച്ചിരിക്കും എന്ന വിചാരത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ലളിത എന്നോട് പറഞ്ഞു, ലളിതാംബിയെ, ഇത്രയും നല്ലൊരു മനുഷ്യൻ്റെ ഭാര്യയായി ഒരു 10-35 വർഷക്കാലം ജീവിക്കാനും ഇത്രയും നല്ലൊരു മകനെ 30 വർഷക്കാലം എനിക്ക് വളർത്താനും ഈശ്വരൻ എനിക്കൊരവസരം തന്നല്ലോ. ഈശ്വരൻ എത്ര കരുണാമയനാണ്. വസ്തുത എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു പറച്ചിലായിരുന്നു അത്. എന്തെങ്കിലും ഒരു ചെറിയ പരാതി, എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായാൽ, ദൈവം എന്താ എനിക്ക് ഇങ്ങനെ വരുത്തുന്നത് എന്ന് പരാതിപ്പെടുന്ന സാധാരണക്കാരായ നമ്മുടെ ഇടയ്ക്ക് മഹാദുഃഖത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ലളിതയ്ക്ക്
ഇങ്ങനെ പ്രതികരിക്കാൻ സാധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് പൂർണ്ണ സമർപ്പണം. ഞാൻ അതിനുശേഷം പലരോടും പറയും, പല ആളുകളും ഞാൻ പൂർണ്ണ സമർപ്പണം ചെയ്ത വ്യക്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ വിശ്വസിക്കില്ല. ദൈവത്തിലെല്ലാം പൂർണ്ണ സമർപ്പണം ചെയ്ത ഒരാളെ ഞാൻ എൻ്റെ പരിചയ സീമയിൽ കണ്ടിട്ടുള്ളൂ, അത് ലളിതയാണ്. ലളിത സന്യാസം അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ച വ്യക്തിയാണ് എന്ന് ഞാൻ പറയും. ഇതുപോലെ ലളിതയ്ക്കുള്ള സ്വത്തുക്കളെല്ലാം സംഭാവന പലർക്കായി എഴുതി കൊടുത്ത് സംഭാവന ചെയ്ത് പോകുന്നു എന്ന് അറിഞ്ഞ് ഞാൻ വീണ്ടും ലളിതയുടെ വീട്ടിലെത്തി. ലളിതയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു, ലളിതയ്ക്കുള്ളതൊക്കെ എഴുതി വയ്ക്കൂ, നമ്മുടെ കാലം കഴിഞ്ഞിട്ട് അവർക്കെല്ലാം കൊടുത്തോളൂ, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പം ലളിത എന്നോട് പറഞ്ഞു, ഇല്ല, എനിക്കെന്തിനാണ്, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ. ഓ സാരമില്ല, എനിക്ക് എൻ്റെ പെൻഷനുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലി പെൻഷനുണ്ട്, പിന്നെ എല്ലാം ഈശ്വരൻ നോക്കി നടത്തും. പക്ഷെ ആ ഒരു പൂർണ്ണ സമർപ്പണം എത്താൻ ഞാൻ ഇനി എത്ര കാലം എടുത്താലും എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ തുറന്ന് സമ്മതിക്കണം. എനിക്കൊക്കില്ല അങ്ങനെ ഒരു പൂർണ്ണ സമർപ്പണം ഈശ്വരനിൽ. എല്ലാം ഈശ്വരൻ എന്നെ നോക്കിക്കൊള്ളും. ഇന്ന് സന്യാസിമാരെന്ന് നാം കാണുന്ന സന്യാസിമാരിൽ എത്ര പേർക്കുണ്ട് ആ ഒരു പൂർണ്ണ സമർപ്പണം? അത് കഴിഞ്ഞ് ആ വീട്ടിൽ കിടന്ന സകല സാധനങ്ങളിൽ ലളിത ദാനം ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഇവിടെ ഒന്നുമില്ല, ആ വീട് ഒഴിച്ച് പോകാൻ പോവാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ലളിതാംബിക്ക് തരാൻ എനിക്ക് ഒന്നും ഇല്ലല്ലോ, ഞാൻ എല്ലാം കൊടുത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നിൽ ലളിത എനിക്കൊന്നും വേണ്ട, ഞാൻ ലളിതയെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി അവിടെ ഓടി നടന്നു. പൂജാമുറി ചെന്നപ്പോൾ ഒരു ചെറിയ വെള്ളി വിളക്ക് അവിടെ ബാക്കി ഉണ്ടായിരുന്നു കൊടുക്കാൻ. ഓ ഇത് ഉണ്ടല്ലോ, എനിക്ക് ലളിതാംബിക്ക് തരാൻ ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി ഒരുപക്ഷെ ആ വീട്ടിൽ ദാനം കൊടുക്കാതെ ഒടുവിൽ അവശേഷിച്ചിരുന്ന ആ വെള്ളി വിളക്ക് എനിക്ക് കൊണ്ടുതന്നു. ഞാനത് വളരെ വിലയേറിയ വസ്തുവായിട്ട് എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഒരു സ്നേഹത്തിൻ്റെ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു പക്ഷേ സ്നേഹത്തോടൊപ്പം അത്രമാത്രം ആദരവുമുണ്ട്. കാരണം ഒരിക്കലും എനിക്ക് ആ ലെവലിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. എല്ലാം ഈശ്വരനിൽ പരിപൂർണമായി സമർപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ലളിതയെ കാണുന്നത്. സന്യാസത്തിൻ്റെ ശരിയായ അർത്ഥത്തിൽ സന്യാസം അത് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി. ലളിത ഈ പുസ്തകം എഴുതുന്നു അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ലളിത തന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന ബാലകൃഷ്ണൻ നായർ സാറിനെ നിസ്സംഗനായ ഗൃഹസ്ഥനും പ്രബുദ്ധനായ ജ്ഞാനിയും നിസ്തുലനായ കർമ്മയോഗിയുമായ ഒരു ഉത്തമാചാരി. ആ നിലയ്ക്കാണ് ലളിത ഈ 3 കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ അദ്ദേഹം ഒരു ഗൃഹസ്ഥനായി ജീവിക്കുമ്പോൾ തന്നെ ഒരു നിസ്തുലനായ കർമ്മയോഗിയുമായി അദ്ദേഹം എങ്ങനെ ജീവിച്ചുവെന്ന് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ലളിത ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ആളാണ്. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതികൾ, ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ കൃതികൾ കൂടുതൽ പേർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യുവാനും ശ്രമിച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു ചെറിയ അപേക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പുസ്തകപ്രകാശനം ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ജീവചരിത്രം എഴുതി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പ്രസിദ്ധീകരിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശിവകുമാർ സാർ പ്രകാശനം ചെയ്ത ആ പുസ്തകത്തിൻ്റെ കർമ്മം വളരെ നന്നായി ഭംഗിയായി നടന്നു. അതിന് നന്ദി പറയുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് നന്ദി പറയുന്ന ഔപചാരികമായ ചടങ്ങിലോട്ട് കടക്കാൻ പോകുന്നത്. ആ ശ്ലോകം ഇതാണ്: വന്ദേ സദ്ഗുരുപാദപദ്മമനീശം വന്ദേ പ്രകാശം സ്വയം വന്ദേ സർവചരാചരാത്മനിലയം വന്ദേ കൃപാംഭോ നിധിം വന്ദേ നിരുപമോ വന്ദേ നിരീഹോ പരോ
വന്ദേ ശാന്തിനികേതനം മമ ഗുരും വന്ദേ ശിവം ശങ്കരം. മണിനിയുടെ പൗത്രി ആയതുകൊണ്ട് സാഹിത്യം ഒരിക്കലും ലളിത ടീച്ചറിൽ നിന്നും മാറി നിൽക്കുന്നില്ലല്ലോ. പക്ഷെ സാഹിത്യത്തെക്കാൾ കൂടുതൽ സംഗീതത്തിനോടാണ് ടീച്ചർക്ക് വളരെ താല്പര്യമെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഗീതം? സംഗീതം അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ജന്മനാ കിട്ടിയതാണ്. അച്ഛൻ ധാരാളം ശ്ലോകങ്ങൾ പല രാഗത്തിലും പാടാറുണ്ടായിരുന്നു. സൗന്ദര്യലഹരിയിലെ സ്തോത്രങ്ങൾ, ശ്ലോകങ്ങൾ പല രാഗത്തിലും പാടി ഞാൻ കേട്ടിട്ടുമുണ്ട്. അങ്ങനെ അവിടുന്ന് കിട്ടിയ ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു ടാലൻറ്റോ ആണ്. അങ്ങനെ 8 വയസ്സ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾ സഹോദരിമാർ, 2 മൂത്ത സഹോദരിമാരുണ്ടായിരുന്നു. അതിലൊരാൾ ഇപ്പോഴുണ്ട്, ഒരാൾ മരിച്ചുപോയി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കോളേജിൽ വരെ പോകുന്നവരെ 8 വയസ്സ് മുതൽ ശനി ഞായറും വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ പാടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് പാട്ടിൽ ജന്മന കുറച്ച് വാസനയുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സാധന കൊണ്ട് കുറച്ച് പാടാൻ പറ്റി. കരമന കാലടിയിലുള്ള ബോധാനന്ദ കേന്ദ്രത്തിൽ വെച്ചിട്ട് നടന്ന പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ അനുസ്മരണത്തിൽ ടീച്ചറെ ആദരിക്കുകയും ആ സന്ദർഭത്തിൽ ടീച്ചർ പരാമർശിച്ചത് ബോധാനന്ദ സ്വാമികളും ആയിട്ടുള്ള ബന്ധം, പിന്നീട് ചിന്മയാനന്ദ സ്വാമികളുമായിട്ടുള്ള ബന്ധം, അതെങ്ങനെയാണ്? ചിന്മയാനന്ദ സ്വാമി 1958 തിരുവനന്തപുരത്ത് ആദ്യത്തെ ഗീതാജ്ഞാനയജ്ഞം നടത്തിയപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ ഒരുമിച്ച് അത് കേൾക്കാൻ പോയിക്കൊണ്ടിരുന്നു. 21 ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞമായിരുന്നു. അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു. ഒരു തെക്കേശ്ശേരി മൈതാനത്തിൽ വെച്ചായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം കർമ്മയോഗമായിരുന്നു സ്വാമി വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത്. രണ്ടാമത് വന്നപ്പോൾ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം ആണ് സ്വാമി വ്യാഖ്യാനിച്ചു തന്നത്. അതിന് പാരായണത്തിന് എൻ്റെ ജ്യേഷ്ഠ സഹോദരി അംബിക നായരും ഞാനും ചേർന്നായിരുന്നു നടത്തിയത്. അങ്ങനെ സ്വാമിയായിട്ട് വളരെ അടുത്തു. സ്വാമി യജ്ഞം നടത്തുന്നിടത്തൊക്കെ ഞങ്ങൾ പോവുക പതിവായിരുന്നു. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം പോയി. സ്വാമി ഒരുപാട് ഉപദേശമൊക്കെ തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് ശേഷം പ്രസവത്തിന് സമയം അടുത്തു എന്ന് പറഞ്ഞ് ഞാൻ അനുഗ്രഹം ചോദിക്കാനായിട്ട് ഒരു എഴുത്തയച്ചപ്പോൾ സ്വാമി എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: പ്രസവം കഴിഞ്ഞിട്ട് കുട്ടിക്ക് പേരിടുമ്പോൾ ഓർമ്മിക്കുക, ലെറ്റ് ഹിം ബി അനദർ നരേന്ദ്രൻ എന്നാണ് പറഞ്ഞത്. അത് വിവേകാനന്ദ സെന്റിനറി സെലിബ്രേഷൻ നടക്കുന്ന കാലത്താണ്, അതായത് 1963 അപ്പോഴായിരുന്നു ഈ സംഭവം. അങ്ങനെ എൻ്റെ മോന് വീട്ടിലെ വിളിപ്പേര് നരേന്ദ്രൻ എന്നാക്കി. ടീച്ചർ യൂണിവേഴ്സിറ്റി കോളേജിലെ BA ഓണേഴ്സിന് പഠിക്കുന്ന സമയത്ത് പിൽക്കാലത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള അനേകം പേര് കൂടെ പഠിച്ചിരുന്നു, സഹപാഠികളായിരുന്നു. അപ്പൊ ആ കാലത്ത് ഓർമ്മകളൊന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു. അന്ന് ഇംഗ്ലീഷ് ഓണേഴ്സിന് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് MA-ക്കാരും ഞങ്ങളുടെ കൂടെ പല ക്ലാസ്സിലും ഒരുമിച്ചുണ്ടായിരുന്നു. അതിൽ പലരും വളരെ
കഴിവുള്ളവരും പ്രഗത്ഭരുമായിരുന്നു. അവരെല്ലാവരും സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ എഴുതി പലരും മിടുക്കരായിട്ട് ഉദ്യോഗത്തിൽ കയറിയതായിരുന്നു പിൽക്കാലത്ത്. അതിൽ ജ്യോതിഷ് കുമാർ തമ്പി, അദ്ദേഹം ത്രിപുര സംസ്ഥാനത്തിലെ DGP ആയി റിട്ടയർഡായിട്ട് അദ്ദേഹം ഇപ്പോഴും അവരൊക്കെ ഉണ്ടോ? ഇപ്പോഴും ടീച്ചറുടെ സേവ ഒരു 5-6 മാസത്തിന് മുമ്പേ ഇവിടെ വന്നിരുന്നു, ആശ്രമത്തിൽ വന്നിരുന്നു. അദ്ദേഹമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് പങ്കുവെച്ചു. ജ്യോതിഷ് കുമാർ തമ്പി സാറുമായി. പിന്നെ CP നായർ, ചീഫ് സെക്രട്ടറി ആയിരുന്ന CP നായർ സാറ്, പിന്നെ IPS ആയിട്ട് ജോലി നോക്കിയിരുന്ന ഇപ്പോൾ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ ഇല്ല. അദ്ദേഹം അവരെയൊക്കെ കാണാറുണ്ട്. രാമേന്ദ്രൻ നായർ സാറ് വളരെ സീനിയറായിരുന്നു, 2 കൊല്ലം സീനിയറായിരുന്നു. നമസ്കാരം. ഇത് റിട്ടയർഡ് DGP BJK തമ്പി സാർ, ജ്യോതിഷ് കുമാർ തമ്പി, ശ്രീമതി ലളിത ടീച്ചറുടെ സഹപാഠിയായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ അങ്ങയുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? യൂണിവേഴ്സിറ്റി കോളേജിൽ എന്ന് പറയുമ്പോൾ ഞാൻ 4 കൊല്ലം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു. 1955 മുതൽ 59 വരെ. ആദ്യം BA ഫിലോസഫി, പിന്നെ ഇംഗ്ലീഷ് MA. അപ്പോൾ ഇംഗ്ലീഷ് MA സമയത്താണ് ലളിത എൻ്റെ ജൂനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലളിത അന്ന് ഓർമ്മയുണ്ട്, ഇപ്പോൾ 63 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അന്ന് ഒരുപാട് ലേഡി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അതിൽ ലളിതയെ പ്രത്യേകം ഓർമ്മയുണ്ട്. കുറച്ച് പൊക്കം ഉള്ള ഒരു ലേഡി ആയിരുന്നു ലളിത. കേരളപാണിനിയുടെ പൗത്രി, പിന്നെ പ്രൊഫസർ രാഘവ വർമ്മ. വർമ്മ സാറിൻ്റെ മകളല്ലേ. അപ്പം ഒരു തവണ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം ഞങ്ങളെ അവിടെ വീട്ടിലേക്ക് വിളിച്ചു, അരിമന അമ്മ വീട്ടിൽ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിനെ കാണാൻ പോയി. അന്ന് ലളിതയും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നാച്ചുറലി അദ്ദേഹത്തിനെ കണ്ടു. അന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്കുമുണ്ട് അരിമന അമ്മ വീടുമായിട്ട് ബന്ധം. പണ്ടത്തെ ഒരു എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മ അരിമന അമ്മ വീട്ടിൽ ആയിരുന്നു. അങ്ങനെ പക്ഷേ അതൊന്നും അന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ലളിത ടീച്ചർ താമസിക്കുന്ന സ്വയം പ്രകാശ് ആശ്രമം വളരെ വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശിക്കേണ്ടായി. അത് എങ്ങനെയാണ് അതിന്റെ സന്ദർഭം വരുന്നത്? അത് പോയതെന്ന് വെച്ചാൽ ഞാൻ 62-ൽ പാലക്കാട്ട് വിക്ടോറിയ കോളേജിൽ ലെക്ചറായിട്ടിരിക്കുമ്പോഴാണ് ഈ IPS സെലക്ഷൻ വന്നത്. അപ്പോൾ IPSന് പോകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു, ഞാൻ അതിനു മുമ്പ് മഹാത്മാഗാന്ധി കോളേജിൽ ലെക്ചറായിട്ടിരുന്നു തിരുവനന്തപുരം. അപ്പോൾ അന്ന് ഈശ്വര്യമ്മ ടീച്ചറായിരുന്നു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു IPS പോകുന്നതിന് മുമ്പ് ടീച്ചറിനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ടീച്ചർ ആശ്രമത്തിലെ അന്തേവാസിയാണ് ഈശ്വര്യമ്മ ടീച്ചർ. അപ്പോൾ അതിനുവേണ്ടി ടീച്ചറിനെ കണ്ട് പറയാനായിട്ടാണ് പോയത് അവിടെ. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ട് സ്വാമിജിയെയും കണ്ടു. അദ്ദേഹത്തിനെയും കണ്ടു. അപ്പം അദ്ദേഹം അനുഗ്രഹിച്ചു. ജ്യോതിഷ് കുമാർ തമ്പി സാർ എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് DGP ത്രിപുര. അതെ. ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ അധ്യാപകൻ കൂടിയായിരുന്നു. അതെ. ഈ അടുത്ത കാലത്തെങ്ങാനും സാറ് അതെ, ഈയിടെ ലളിത ഇപ്പം ആശ്രമത്തിലാണ് എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പലപ്പോഴും എപ്പോഴും കൊല്ലം ഇവിടുന്ന് ചവറയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് കൂടെ പോകും. അപ്പം ആശ്രമത്തിൽ ഈശ്വര്യമ്മ ടീച്ചറിനെ ഓർമ്മ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതേ സ്ഥാനത്തിരിക്കുകയാണ് ലളിത എന്ന് വിചാരിച്ച് പോയി കാണാമെന്ന് വിചാരിച്ച് കണ്ടു. ലളിതയെ കണ്ടു, സംസാരിച്ചു. പഴയ കോളേജ് ഓർമ്മകളെല്ലാം പുതുക്കി. യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ജ്യോതിഷ് കുമാർ തമ്പി. ആ ജ്യോതിഷ് കുമാർ തമ്പിയെ കുറിച്ച് എല്ലാവരും സ്മരിക്കുന്നത് വളരെ രസികനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാണത്തിൽ കോളേജ് അധ്യാപകനായിട്ട് നടന്നു. പിണറായി വിജയനെ പോലെയുള്ള ശിക്ഷ സമ്പത്തുണ്ട്. പിന്നെ പോലീസ് IPS നേടി പോലീസ് DGP വരെയായി. അദ്ദേഹം ഇപ്പോൾ ഇവിടെ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചവറ ശങ്കരമംഗലം വീട്ടിൽ, ചെമ്പകശ്ശേരി വീട്ടിൽ ശാന്തമായ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുന്ന ഈശ്വര നാമത്തോടുകൂടി എപ്പോഴും ജീവിതം കഴിച്ചു കൂട്ടുന്നു. അങ്ങേക്ക് നന്ദി. നമസ്കാരം. ഈ സ്വയം പ്രകാശാശ്രമത്തിൻ്റെ ഗുരുപരമ്പരയെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാൻ നന്നായിരുന്നു. ഈ സ്വയം പ്രകാശ ആശ്രമം സ്ഥാപിച്ചത് സ്വയം പ്രകാശ യോഗിനി അമ്മയാണ്. ആ അമ്മയ്ക്ക് മന്ത്രദീക്ഷ കൊടുത്തത് തൈക്കാട് അയ്യാ ഗുരുവായിരുന്നു. അതിനുശേഷം സർവസാക്ഷി അമ്മ എന്ന് പറയുന്ന ആ യോഗിനി അമ്മയുടെ അടുത്ത് പോയിട്ടാണ് ശരിക്കുള്ള ശിക്ഷണവും ഒക്കെ കിട്ടിയിട്ട് സന്യാസ ദീക്ഷയും ആ അമ്മയുടെ നിന്ന് തന്നെയാണ് കിട്ടിയത്. സ്വയം പ്രകാശ യോഗിനി അമ്മയ്ക്ക് പറ്റിയ ഒരു ശിഷ്യനെ ക്രമേണ കിട്ടി. അത് ചേറ്റൂർ ഗോപാലൻ നായർ എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന ഗുരുദാസാനന്ദ സ്വാമിയായിരുന്നു സന്യാസി. ആ ശിഷ്യൻ 20 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ സ്വാമിക്കും ഒരു ശിഷ്യയെ കിട്ടി, ജ്യോതിപ്രകാശിനി ദേവി. ആ അമ്മയുടെ ജനനം തിരുനെല്വേലിയിലായിരുന്നു. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്തെത്തി ഒരുപാട് നാൾ ഇവിടെ കഴിഞ്ഞു. ആ അമ്മയുടെ കാലം കഴിഞ്ഞിട്ടിപ്പോൾ 10-15 കൊല്ലമായി. 2005 അമ്മ സമാധിയായി. ഇതാണ് ഇവിടുത്തെ പരമ്പര. കേരള പാണിനിയുടെ പാരമ്പര്യം, അധ്യാപക ജീവിതത്തിൽ നേടിയ സമ്പത്ത്, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ ശിക്ഷയാകാനുള്ള ഭാഗ്യം, തപസ്സിനും സാഹിത്യ സേവനത്തിനുമായി സമർപ്പിച്ച ഒരു ധന്യജീവിതം. ഇങ്ങനെ ലളിതയുടെ വ്യക്തിത്വം എത്രയോ മഹത്താണ്. ഇതിൽ അഭിമാനിക്കുന്നതോടൊപ്പം എൻ്റെ കുട്ടൻ ചിറ്റപ്പൻ്റെയും ഭവാനി ചിറ്റമ്മയുടെയും മകളാണ് ഈ മഹത് വ്യക്തി എന്ന വസ്തുതയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് എഴുതിയത് ഡോക്ടർ MS വല്യത്താണ്. പാർവതി നായക പാർവതി നായക